കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ 1978 നിലവിൽ വന്ന ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട്. വരയാടിന്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. വരയാട് തമിഴ്നാട് സംസ്ഥാനത്തിന്റെ സംസ്ഥാന മൃഗമാണ്. 1982 പെരിയാർ ദേശീയോദ്യാനം നിലവിൽ വരുന്നത്. പെരിയാർ ദേശീയോദ്യാനവും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. 1984 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ഏക ദേശീയോദ്യാനവുമാണ് സൈലന്റ് വാലി. 1985 രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്യുന്നു. സൈലന്റ് വാലിയിലെ സംരക്ഷിത മൃഗമാണ് സിംഹവാലൻ കുരങ്ങ്. കേരളത്തിലെ ഏക കന്യാവനം, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നൊക്കെ അറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടുംചോല എന്നിവ 2003 നിലവിൽ വന്ന ദേശീയോദ്യാനങ്ങളാണ്. ഇടുക്കി ജില്ലയിലാണ് ഇവ മൂന്നും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം.